ഹായ് ഗേസ്, സ്പോക്കൺ ഇംഗ്ലീഷ് വിത്ത് രാജു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവരാണോ നിങ്ങൾ? ഒന്നുകൊണ്ടും മടിച്ചു നിൽക്കാതെ ഫ്രീ ആയി പ്രാക്ടീസ് ചെയ്ത് പഠിക്കുവാൻ പറ്റിയ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടെ ജോയിൻ ചെയ്യാം. ബാക്കി എല്ലാ കാര്യങ്ങളും അവിടെ ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ അധികം വൈകാതെ തന്നെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഹലോ, ഐ ആം എ സ്റ്റുഡൻറ്. ഞാനൊരു വിദ്യാർത്ഥിയാണ്. യു ആർ എ സ്റ്റുഡൻറ്. നിങ്ങളൊരു വിദ്യാർത്ഥിയാണ്. അവിടെ ശ്രദ്ധിക്കുക, യു ആർ എന്നാണ് പറഞ്ഞത്. അടുത്ത് നോക്കിക്കേ, ദേ ആർ സ്റ്റുഡൻസ്. അവർ വിദ്യാർത്ഥികളാണ്. നെക്സ്റ്റ് വൺ, വി ആർ സ്റ്റുഡൻസ്. ഞങ്ങൾ വിദ്യാർത്ഥികളാണ്. നെക്സ്റ്റ്, ഹി ഈസ് എ സ്റ്റുഡൻറ്. അവനൊരു വിദ്യാർത്ഥിയാണ്. സിമിലർലി, ഷീ ഈസ് എ സ്റ്റുഡൻറ്. അവൾ ഒരു വിദ്യാർത്ഥിയാണ്. നെക്സ്റ്റ് വൺ, എവ്രിബഡി ഈസ് സ്റ്റുഡൻറ്. എല്ലാവരും വിദ്യാർത്ഥികളാണ്. എവ്രിബഡി ഈസ് സ്റ്റുഡൻറ്. ജോൺ ഈസ് എ സ്റ്റുഡൻറ്. ജോൺ ഒരു വിദ്യാർത്ഥിയാണ്. ജോൺ എന്ന് പറയുന്ന ഒരാളുടെ പേരാണ്. അപ്പോൾ ജോൺ ഈസ് എ സ്റ്റുഡൻറ് എന്നാണ് പറയാം. ഇനി ഇതെല്ലാം ക്വസ്റ്റ്യൻ ആയിട്ട് എങ്ങനെ ചോദിക്കുക? ഐ ആം എ സ്റ്റുഡൻറ് എന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കണമെങ്കിൽ ഐ ആം ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് ചോദിച്ചാൽ മതി. വളരെ എളുപ്പത്തിൽ നമുക്കിത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ആ ക്വസ്റ്റ്യൻ. ആം ഐ എ സ്റ്റുഡൻറ്? ഞാനൊരു വിദ്യാർത്ഥിയാണോ? ഇപ്പൊ ഒരു അടുത്ത സെന്റൻസ് നമുക്കറിയാം, യു ആർ എ സ്റ്റുഡൻറ് എന്നാണ് നമ്മൾ പഠിച്ചത്. അതെങ്ങനെയാണ് ചോദിക്കുക? നിങ്ങളൊരു സ്റ്റുഡൻറ് ആണോ എന്ന്. നിങ്ങൾ സ്റ്റുഡൻറ് ആണ് എന്ന് എങ്ങനെയാ പറയാ? യു ആർ എ സ്റ്റുഡൻറ്. അതെങ്ങനെ ക്വസ്റ്റ്യൻ ആക്കി ചോദിക്കുന്നത്? ആർ യു എ സ്റ്റുഡൻറ്? ആർ എന്ന് പറയുന്ന വേർബ് ഫ്രണ്ടിൽ വന്നിട്ട് സബ്ജക്ട് നെക്സ്റ്റ് പോയി, യു രണ്ടാമത് പോയി അല്ലേ? അപ്പം എങ്ങനെയാ ചോദിക്കുന്നത്? ആർ യു എ സ്റ്റുഡൻറ്? നിങ്ങളൊരു വിദ്യാർത്ഥിയാണോ? അതേപോലെ തന്നെയാണ് അടുത്തതും. ആർ ദേ സ്റ്റുഡൻസ്? അവർ വിദ്യാർത്ഥികളാണോ? നെക്സ്റ്റ് വൺ, ആർ വി സ്റ്റുഡൻസ്? ഞങ്ങൾ വിദ്യാർത്ഥികളാണോ? അടുത്ത് നോക്കിക്കേ, ഹി ഈസ് എ സ്റ്റുഡൻറ് എന്ന്. അവനൊരു സ്റ്റുഡൻറ് എന്നാണെന്ന് നമ്മൾ എങ്ങനെയാ പറയാ? ഹി ഈസ് എ സ്റ്റുഡൻറ് എന്നാണ് പറയാ. അവനൊരു സ്റ്റുഡൻറ് ആണോ എന്ന് എങ്ങനെയാ ചോദിക്കുക? ഹി സെക്കൻഡ് പോവും. ഓക്കെ, സബ്ജക്ട് സെക്കൻഡ് പോയി, വേർബ് ഫസ്റ്റ് വന്നു. ഹി എ സ്റ്റുഡൻറ്? അവനൊരു വിദ്യാർത്ഥി ആണോ? ഈസ് ഷീ എ സ്റ്റുഡൻറ്? അവളൊരു വിദ്യാർത്ഥിയാണോ? നെക്സ്റ്റ് വൺ, ഈസ് എവ്രിബഡി എ സ്റ്റുഡൻറ്? എല്ലാവരും വിദ്യാർത്ഥികളാണോ? നെക്സ്റ്റ് വൺ, ഈസ് ജോൺ എ സ്റ്റുഡൻറ്? ജോൺ ഒരു വിദ്യാർത്ഥിയാണോ? ഓക്കെ, നൗ ഇറ്റ്സ് ടൈം ഫോർ ദ ട്രാൻസ്ലേഷൻ ടാസ്ക്. ടുഡേസ് ട്രാൻസ്ലേഷൻ ടാസ്ക് ഈസ് ഹിയർ. ദി ഫസ്റ്റ് സെന്റൻസ് ഈസ്, എല്ലാവരും നന്നായി തയ്യാറാണോ? നമ്മൾ എങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുക? തയ്യാറാവുക എന്ന് പറയുന്നതിന്റെ ഇംഗ്ലീഷ് വേർഡ് പ്രിപ്പയർ ആണ്. ഓക്കെ, എല്ലാവരും, എവ്രി വൺ. ഈസ് എവ്രി വൺ നന്നായി തയ്യാറാണോ എന്നാണ് ചോദിച്ചത്. വെൽ പ്രിപ്പയർഡ്. ഈസ് എവ്രി വൺ വെൽ പ്രിപ്പയർഡ്. നെക്സ്റ്റ് വൺ, അവൻ നാണം കുണുങ്ങിയാണ്. അപ്പൊ അതിൽ നമുക്ക് നാണം എന്ന് പറയുന്ന വാക്കിന്റെ ഇംഗ്ലീഷ് അറിയണം. നാണം എന്ന് പറയുന്ന വാക്കിന്റെ എന്താ ഇംഗ്ലീഷ്? ഷൈ. ഹി ഈസ് ഷൈ. ഓക്കെ, ഹി ഈസ് ഷൈ. നെക്സ്റ്റ് വൺ, എന്റെ ബ്രദർ ഒരു അക്കൗണ്ടന്റ് ആണ്. മൈ ബ്രദർ ഈസ് എൻ അക്കൗണ്ടന്റ്. മൈ ബ്രദർ ഈസ് ആൻ അക്കൗണ്ടന്റ്. നെക്സ്റ്റ് വൺ, അവൻ ബിരുദധാരിയാണോ? അവൻ ബിരുദധാരിയാണോ എന്ന് ക്വസ്റ്റ്യൻ ആണ്. ഈസ് ഹി എ ഗ്രാജുവേറ്റ്? ഈസ് ഹി എ ഗ്രാജുവേറ്റ്? ജോൺ ഒരു ധൂർത്തനല്ല. ധൂർത്തൻ എന്ന് പറയുന്ന വാക്കിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ സ്പെൻ ത്രിഫ്റ്റ് എന്നാണ്. ഓക്കെ, ധാരാളമായിട്ട് പണം ചെലവഴിക്കുന്ന ആൾക്കാണ് സ്പെൻ ത്രിഫ്റ്റ് എന്ന് പറയാം. അത് പിശുക്കനാണ് എന്നുള്ള വാക്കിന് ഇംഗ്ലീഷിൽ എന്താ പറയാ അറിയോ? മൈസർ എന്നാണ്. ഓക്കെ, ഇവിടെ നമുക്ക് ധൂർത്തൻ എന്ന വാക്കാണ്. ജോൺ ഒരു ധൂർത്തൻ അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാ പറയുക? ജോൺ ഇസ് നോട്ട് എ സ്പെൻ ത്രിഫ്റ്റ്. നെക്സ്റ്റ് വൺ, നിന്റെ ബർത്ത്ഡേ അടുത്ത വീക്കെൻഡിലാണോ? നിന്റെ ബർത്ത്ഡേ അടുത്ത വീക്കെൻഡിലാണോ? ഈസ് യുവർ ബർത്ത്ഡേ നെക്സ്റ്റ് വീക്കെൻഡ്? നെക്സ്റ്റ് വൺ, നീ പെർഫോം ചെയ്യാൻ റെഡി അല്ലേ? ആർ യു റെഡി ടു പെർഫോം? ആർ യു റെഡി ടു പെർഫോം? അവർ ഭർത്താവിന്റെ സഹോദര ഭാര്യമാരല്ലേ? സഹോദര ഭാര്യമാർക്ക് കോ സിസ്റ്റേഴ്സ് എന്നാണ് പറയാം. ഓക്കെ, ആർ ദേ കോ സിസ്റ്റേഴ്സ്? ടോം അവരുടെ കൊലീഗ് ആണോ? കൊലീഗ് എന്ന് പറയുന്നത് കൂടെ ജോലി ചെയ്യുന്ന ആളുകൾക്കാണ് കൊലീഗ് എന്ന് പറയും. ഫ്രണ്ട്സ് അല്ല, കൂടെ ജോലി ചെയ്യുന്നവർക്ക്. ഓക്കെ, ഇസ് ടോം ഹെർ കൊലീഗ്? ദ ലാസ്റ്റ് വൺ, ടീന ഹെൽത്തി അല്ലേ? ഇസിൻ ടീന ഹെൽത്തി? ഹെൽത്തി അല്ലേ എന്നാ ചോദിച്ചത്. അപ്പൊ ഇസിൻ ടീന ഹെൽത്തി? ഓക്കെ, ഈ ഒരു മെത്തേഡിലായിരിക്കും നമ്മളെ ട്രെയിനേഴ്സ് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരിക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോസുമായി നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.